വിശപ്പില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ജീവിതത്തിൽ ഓരോ സങ്കടങ്ങൾ വന്നെന്ന് വെച്ച് പട്ടിണി കിടക്കുന്നതാണോ മോളെ പരിഹാരം? എന്റെ പൊന്നു മോളല്ലേ, ഇതുകൂടെ കഴിക്കേ. വേണ്ടമ്മ, എനിക്കിപ്പോ ഒന്നും ഇറങ്ങില്ല. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് വീണ്ടും എന്നെ കസ്റ്റഡിയിലെടുക്കും. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് വേണ്ടി മഹേന്ദ്രൻ കൊണ്ടുവരുന്നതേ സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ വക്കീല് സുധീർ ബോസിനെയാ. പിന്നെ നിങ്ങളുടെ അച്ഛന്റെ ബോഡി ഇതുവരെ കണ്ടുകിട്ടാത്തതുകൊണ്ടും ഗൂഢാലോചന നടത്തിയതിന് വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ടും നിനക്ക് ജാമ്യം കിട്ടുന്നത് ആർക്കും തടയാനാവില്ല. അതിനുവേണ്ടി ഈ അമ്മ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോയിരിക്കും മോളെ. ആ പിന്നെ വക്കാലത്തൊപ്പിടാൻ സുധീർ ബോസിന്റെ ജൂനിയർ വന്നിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടറിനോട് ഞാൻ കണ്ട് സംസാരിച്ചായിരുന്നു. അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കാൻ നിനക്ക് അവസരം തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അനിയത്തിമാര് എനിക്ക് വേറെ വക്കീലിനെ ഏർപ്പാടാക്കി കാണും. അവര് തന്നെയാ എന്നോട് ഈ ആവശ്യം പറഞ്ഞത്. പാവം ആ പിള്ളേര്, അവര് കൂട്ടിയാ കൂടുന്ന കാര്യമാണോ ഇതൊക്കെ? വളരെ കഷ്ടപ്പെട്ടിട്ടാ അമ്മ സുധീർ ബോസിനെ കണ്ടുപിടിച്ചത്. സുപ്രീം കോടതിയിലെ വക്കീൽ എന്നൊക്കെ പറയുമ്പോ ഓരോ സിറ്റിങ്ങിനും നല്ല കാശാവില്ലേ കലേമ്മ? ആ അതൊന്നും ഓർത്ത് ഒരു പേടിയും വേണ്ട. എല്ലാം മഹേന്ദ്രൻ നോക്കിക്കോളും. കഴിഞ്ഞില്ലേ? ഇത്രയും നേരം വിസിറ്റിംഗ് ടൈം ഒന്നും അനുവദിക്കില്ല. വക്കാലത്ത് സൈൻ ചെയ്യാൻ ഇവളെ ഒന്ന് പുറത്തിറക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. CA സാറിനോട് പറഞ്ഞിട്ടേ വക്കീലിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പറ്റില്ല. എന്റെ മോൾക്ക് വിശദമായിട്ട് പെറ്റീഷൻ വായിച്ചു കേൾപ്പിക്കണം. CI സാറിനോട് സംസാരിച്ച് അതിനുള്ള പെർമിഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് തുറന്നതാ. ഇപ്പൊ തുറക്കും. നമസ്കാരം സാർ, ഞാൻ അഡ്വക്കേറ്റ് സുധീർ ബോസിന്റെ ജൂനിയറാണ്. എന്താ കാര്യം? അമൃതയുടെ വക്കാലത്തോട്ട് വന്നതാണ് ഞാൻ. കഷ്ടം. സുധീർ ബോസിനെ പോലുള്ളവർ ഇത്തരം പ്രതികളെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങാന്ന് പറഞ്ഞ അത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യ. ഇവളെ രക്ഷിക്കാനേ എനിക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വന്നാലും ഞാൻ വിൽക്കും സാറേ. അക്കാര്യത്തില് എന്റെ മഹേന്ദ്രനും എതിരഭിപ്രായമൊന്നുമില്ല. വക്കീലെ, ആ വക്കാലത്തൊന്ന് വായിച്ചു കേൾപ്പിക്കണം. ഇനി തന്നാ മതി, ഞാൻ തന്നെ വായിച്ചോളാം. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒപ്പിടുമോളെ. ഇങ്ങെടുക്ക്. സൈൻ ചെയ്യേണ്ട സ്ഥലം ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഈ ഇൻഡ്യൂ മാർക്കുള്ളിടത്തെല്ലാം ഒപ്പിട്ടുള്ളൂ. വക്കീലെ, പറഞ്ഞ എല്ലായിടത്തും ഒപ്പിട്ടിട്ടുണ്ട്. എന്റെ മോളെ നാളെ തന്നെ അമ്മ പുറത്തിറക്കും. കൂടുതൽ അപമാനം സഹിക്കാൻ എന്റെ മോൾ ഇനി പഞ്ചരത്നത്തിലേക്ക് പോലും പോവണ്ട. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. എനിക്ക് മാത്രല്ല, മഹേന്ദ്രനും അത് വലിയ സന്തോഷമായിരിക്കും. ദേ, നിനക്ക് വേണ്ടി കാത്തിരിക്കാവൻ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.